വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ജീൻ റെഗുലേഷൻ, സ്പ്ലിറ്റ് ജീൻസ് തുടങ്ങിയവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ യൂക്യാരിയോട്ടിക് ജീൻസ് കോഡിംഗ് സീക്വൻസസ് ദാറ്റ് അപ്പിയർ ഇൻ ദ മെച്യൂർ mRNA ആർ നോൺ ആസ്. ആൻസർ എന്താണ്? എക്സോൺസ് ആണ് അല്ലേ. യൂക്യാരിയോട്ടുകളുടെ ജീനുകളിൽ മെച്യൂർ mRNAയിൽ കാണപ്പെടുന്ന കോഡിംഗ് സീക്വൻസുകൾ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഉത്തരം എന്തായിരുന്നു? എക്സോൺ ആണ്. അപ്പോൾ എക്സോണുകൾ എന്ന് പറയുമ്പോൾ യൂക്യാരിയോട്ടുകളുടെ ജനിതക പദാർത്ഥത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനായി കോഡ് ചെയ്യുകയും ട്രാൻസ്ക്രിപ്ഷന് ശേഷം RNA സ്പ്ലൈസിങ്ങിന് ശേഷം രൂപപ്പെടുന്ന മെച്യൂർ mRNAയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് എക്സോണുകൾ. അതേസമയം ഇൻട്രോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കാത്തതും മെച്യൂർ mRNA രൂപപ്പെടുന്നതിന് മുമ്പ് നീക്കം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള, അതായത് നോൺ കോഡിൻ ഭാഗങ്ങളാണ് ഇത് ഇൻട്രോണുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ട്രാൻസ്പോസോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതക ഘടനയ്ക്കുള്ളിൽ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥാനം മാറാൻ കഴിയുന്ന DNA സീക്വൻസുകളാണ്. അതായത് ജമ്പിങ് ജീൻസ് ആണ് ട്രാൻസ്പോസോൺസ് എന്ന് നമുക്ക് പറയാം. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലെ കോഡ് ചെയ്യാൻ കഴിയുന്ന ജീനിൻ്റെ ഒരു യൂണിറ്റാണ് ഇത് സിസ്ട്രോൺ. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മെക്കാനിസം ഓഫ് RNA ഇൻ്റർഫിയറൻസ് റെഗുലേറ്റ്സ് ജീൻ എക്സ്പ്രഷൻ ബൈ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഡീഗ്രേഡിംഗ് സ്പെസിഫിക് mRNA ആൻഡ് പ്രിവെൻറ്റിംഗ് ട്രാൻസ്ലേഷൻ. എന്താണ് പറയുന്നത്? RNA ഇൻ്റർഫിയറൻസ് മെക്കാനിസം ജീൻ എക്സ്പ്രഷൻ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക? സി ഓപ്ഷനാണ് അല്ലേ. അതായത് ഒരു പ്രത്യേക mRNA നശിപ്പിക്കുകയും ട്രാൻസ്ലേഷൻ തടയുകയും ചെയ്തുകൊണ്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഡീഗ്രേഡിംഗ് സ്പെസിഫിക് mRNA ആൻഡ് പ്രിവെൻറ്റിംഗ് ട്രാൻസ്ലേഷൻ. അപ്പോൾ RNA ഇൻ്റർഫിയറൻസ് എന്താ നോക്കാം. യൂക്യാരിയോട്ടുകളിൽ ജീൻ സൈലൻസിങ്ങിനായി ഉപയോഗിക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് ഇത് RNA ഇൻ്റർഫിയറൻസ്. ഇനി ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾസ് നിർദ്ദിഷ്ട mRNAയുമായി ബന്ധപ്പെടുകയും അത് പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന്, അതായത് ട്രാൻസ്ലേഷന് കഴിയാത്ത വിധം mRNA നശിപ്പിക്കുകയോ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തടയുകയോ ചെയ്യുകയാണ് ഇവിടെ അറിയുന്നത് RNA ഇൻ്റർഫിയറൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ലാക്ക് ഓപ്പറോൺ മോഡൽ ദ റെഗുലേറ്ററി പ്രോട്ടീൻ ദാറ്റ് ടേൺസ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ബൈ ബൈൻഡിങ് ടു ദ ഓപ്പറേറ്റർ സൈറ്റ് ഈസ് ദ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, റെപ്രസർ പ്രോട്ടീൻ. ലാക്ക് ഓപ്പറോൺ മാതൃകയിൽ ഓപ്പറേറ്റർ സൈറ്റിൽ ബന്ധിച്ചുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരിക? റെപ്രസർ പ്രോട്ടീനാണ്. അപ്പോൾ റെപ്രസർ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓപ്പറോണിൽ റെപ്രസർ ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനുമായി ബന്ധപ്പെടുന്നു. ഓക്കെ, ഇത് RNA പോളിമറൈസിനെ കടന്നു പോകാൻ അനുവദിക്കാത്തത് വഴി ട്രാൻസ്ക്രിപ്ഷൻ പ്രക്രിയയെ തടയുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു ഉദാഹരണത്തിന് ലാക്ടോസ് അല്ലെങ്കിൽ IPTG ആണ്. റെപ്രസർ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുകയും അതുവഴി അത് ഓപ്പറേറ്ററിൽ നിന്ന് വേർപെട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യുന്ന വസ്തുവാണ് ഇത് ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, ഓപ്പറോൺ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ റെഗുലേഷൻ യുണീക് ടു യൂക്യാരിയോട്സ്. ആൻസർ, ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ്. ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത് യൂക്യാരിയോട്ടുകളിൽ ട്രാൻസ്ക്രിപ്ഷന് ശേഷം പ്രീ mRNAയിൽ നിന്നും ഇൻട്രോണുകൾ നീക്കം ചെയ്യുകയും എക്സോണുകൾ വ്യത്യസ്ത രീതികളിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. മനസ്സിലായോ? പ്രീ mRNAയിൽ നിന്ന് തന്നെ വ്യത്യസ്ത തരം മെച്യൂർ mRNAകളും അതുവഴി വിവിധ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂക്യാരിയോട്ടുകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഏത് ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറോൺ ഇൻഡക്ഷൻ, സിഗ്മ ഫാക്ടറുകൾ വഴിയുള്ള ബൈൻഡിങ്, അറ്റനുവേഷൻ ഇവയെല്ലാം സാധാരണയായി പ്രോക്യാരിയോട്ടുകളിൽ പ്രത്യേകിച്ച് ബാക്ടീരിയകളിൽ കണ്ടുവരുന്ന ജീൻ നിയന്ത്രണ രീതികളാണെന്ന് കൂടി ഓർത്തു വയ്ക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ട്രാൻസ്ക്രിപ്ഷൻ കൺട്രോൾ ഇൻ യൂക്യാരിയോട്ടിക് സിസ്റ്റംസ് ഇസ് പ്രൈമർലി മീഡിയേറ്റഡ് ബൈ. ആൻസർ, ഓപ്ഷൻ എ, ട്രാൻസാക്റ്റിംഗ് ഫാക്ടേഴ്സ് ബൈൻഡിങ് ടു സിസാക്റ്റിംഗ് എലമെൻറ്റ്സ്. സിസാക്റ്റിംഗ് ഘടകങ്ങളുമായി ട്രാൻസാക്റ്റിംഗ് ഫാക്ടേഴ്സ് ബന്ധപ്പെടുന്നത് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ സിസാക്റ്റിംഗ് എലമെൻറ്റുകളും ട്രാൻസാക്റ്റിംഗ് ഫാക്ടറുകളും ഒക്കെ എന്താ നോക്കാം. യൂക്യാരിയോട്ടുകളിൽ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നിയന്ത്രിക്കുന്നത് പ്രധാനമായും പ്രൊമോട്ടറുകൾ, എൻഹാൻസറുകൾ തുടങ്ങിയ DNA സീക്വൻസുകളിലേക്ക് റെഗുലേറ്ററി പ്രോട്ടീനുകൾ അഥവാ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ വന്ന് ബന്ധപ്പെടുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് RNA പോളിമറൈസിൻ്റെ പ്രവർത്തനത്തെയാണ് നിയന്ത്രിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് 5-methyl cytosine clusters in vertebrate DNA promoters generally results in ആൻസർ ഓപ്ഷൻ ബി പെർമനൻറ്റ് ജീൻ സൈലൻസിങ്. DNA പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലേ, പ്രൊമോട്ടറുകളിൽ 5-methyl സൈറ്റോസിൻ ക്ലസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം പൊതുവെ എന്തിനാണ് കാരണമാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ വരിക? ബി ആണ്. അതായത് പെർമനൻറ്റ് ജീൻ സൈലൻസിങ് ഓഫ് പൊസിഷനാണ്. DNA മെഥിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിബ്രേറ്റുകൾ DNA പ്രൊമോട്ടർ റീജിയനുകളിൽ പ്രത്യേകിച്ച് CpG ഐലൻഡുകളിലൊക്കെ സൈറ്റോസിൻ ബേസുകളിലേക്ക് മീഥൈൽ ഗ്രൂപ്പുകൾ ചേരുന്ന പ്രക്രിയയാണ് ഇത് 5-methyl സൈറ്റോസിൻ. ഓക്കെ, ഇത് സാധാരണയായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ DNA-യുമായി ബന്ധപ്പെടുന്നത് തടയുകയും അതുവഴി ജീൻ എക്സ്പ്രഷൻ തടസ്സപ്പെടുത്തി ജീൻ സജീവമല്ലാതാക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജീൻ സൈലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.